നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇലക്ഷന് മുമ്പേ ഇപ്പോൾ ഒരു ഫ്രീ ബി കൾച്ചർ, അതായത് ദുർബല വിഭാഗങ്ങൾക്ക് പൈസ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സർക്കാരുകൾ, ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്യുന്ന ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരെ എന്താണ് ഭൂതകാലം പരിശോധിച്ചാൽ ഇലക്ഷന് മുമ്പേ പാർട്ടികൾ ദുർബല സമൂഹത്തിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്ന് നമ്മൾ പറയുന്ന ദുർബല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൈസ, മദ്യം അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അത് പാർട്ടികൾ ഒളിച്ചും പതുങ്ങിയായിരുന്നു. ഇപ്പോൾ സർക്കാരുകൾ വളരെ വളരെ ബ്ലണ്ടായിട്ട് ഇത് തുടങ്ങി വെച്ചത് ശരിക്കും BJP തന്നെയാണ്. അവർ ആദ്യം ഫ്രീ ബിയെ എതിർത്തു. ആം ആദ്മി പാർട്ടി ഫ്രീ ബി കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. അതിനുശേഷം ബീഹാറിൽ അവർ ചെയ്തത് 10,000 രൂപ ഏകദേശം 1 ലക്ഷം സ്ത്രീകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അത് ഞാൻ കേട്ടത് അത് ഭയങ്കരമായ ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെ ബീഹാറിൽ ഉണ്ടാക്കി എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ സർക്കാർ ഒരു ചാൻസും BJPക്കെതിരെയും ആർക്കുമെതിരെയും ഒരു ചാൻസും എടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ഇത് 10 ലക്ഷം പേർക്ക് 2,000 വെച്ചോ 3,000 വെച്ചോ അതോ രാവിലെ ഒരു അനൗൺസ്മെന്റ് ഇല്ലാത്ത ട്രാൻസ്ഫർ അവരുടെ ബാങ്കിലേക്ക് കൊടുക്കുകയാണ്. അപ്പം സർ, എന്താണ് ഇത് കാണിക്കുന്നത്? അതായത് നിങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെന്റോ അല്ല അവർ പറയുന്നത്, നിങ്ങൾ പണം കൊടുക്കുകയാണ്. നേരത്തെ ഒളിച്ചും പാത്തും പാർട്ടികൾ ചെയ്തിരുന്ന പരിപാടി ഇപ്പോൾ സർക്കാരുകൾ വളരെ ലീഗലായിട്ട് പബ്ലിക് പൈസ എടുത്ത് കൊടുക്കുകയാണ്. എന്താണ് ജനാധിപത്യത്തിന്റെ എന്ത് മുഖമാണിത്? തീർച്ചയായിട്ടും ചെറിയാൻ പറഞ്ഞ അതാണ് അതിന്റെ കൃത്യം. മാറ്റമാണ് പ്രധാനം. ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ പണാധിപത്യമാണ് വിജയിക്കുന്നത്, സംശയമില്ല. പണമുള്ള കക്ഷികളും അധികാരമുള്ള കക്ഷികളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള പണം അറിഞ്ഞും അറിയാതെയും ഒക്കെ രഹസ്യമായും ഒക്കെ ചെയ്തിരുന്ന കാര്യം പരസ്യമായി അതാത് സർക്കാരുകൾ ചെയ്യുന്ന, സർക്കാർ ഈ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ പണമെടുത്ത് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് പ്രത്യേക വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ഇത് അപകടകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിന്റെ വേറെ ഒരു നഗ്നമായ ലഗ്നം. അതിപ്പോ ഇതുവരെ നമ്മളെ കൺക്ലൂഷനായിട്ട് ഇത് എന്ത് വില കൊടുത്തും ഇലക്ഷൻ ജയിക്കുക എന്നുള്ള ഒരു തന്ത്രം BJP കൊണ്ടുവന്ന് കഴിഞ്ഞു. അതിനെ തടയിടാൻ ബാക്കി ചെറു പാർട്ടികൾക്ക് ഇങ്ങനെയൊക്കെ അല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് സാധിക്കില്ല എന്നാണ് എനിക്ക്. BJPയുടെ അത്ര പണം ഇറക്കാൻ ഒരു പ്രാദേശിക പാർട്ടിക്കും ഒരു പ്രതിപക്ഷ പാർട്ടിക്കും കഴിയില്ല. ഈ കളിയിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ഉണ്ടാവണം. BJPയെ പണത്തിന്റെ കളിയിൽ തോൽപ്പിക്കാൻ കഴിയുകയില്ല. കാരണം അവരുടെ ഫണ്ട് എന്ന് പറയുന്നത് അംബാനിയുടെയും അദാനിയുടെയും കോർപ്പറേറ്റ് ഫണ്ടുകളാണ്. അതിന്റെ കണക്കുകളൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാലിനും മമതാ ബാനർജിയും പിണറായിയും ഒക്കെ ആ പണം കൊടുത്ത് സ്വാധീനിക്കാം തെരഞ്ഞെടുപ്പിനെ എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. അത് ഒരു ഗുണവും ചെയ്യില്ല. കയ്യിലെ പൈസയും ജനങ്ങളുടെ പൈസയും പോകും. തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നുമില്ല. അതാ മനസ്സിലാക്കിയാൽ നല്ലത്. അതായത് ഇത് പൊതുവെ ഒരു ഡെഫീറ്റിസ്റ്റ് തീർച്ചയായിട്ടും അതെ വളരെ വളരെ കൃത്യം ആ പരാജയ ബോധത്തിൽ നിന്നാണ് ഇത് BJPയെയും RSSനെയും അധികാരത്തിൽ നിന്ന് ശരിയായ രാഷ്ട്രീയ മൊബിലൈസേഷനിൽ കൂടി താഴത്തിറക്കാൻ കഴിയുകയില്ല എന്ന പരാജയ ബോധത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജനപ്രിയ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ടുള്ള വോട്ട് മേടിക്കാൻ. മറ്റത് വോട്ട് ചോരി എന്ന് നമ്മൾ പറയുന്നു. RSSനെയും BJP വോട്ട് ചോരി. ഇത് വോട്ട് ഖരീദിന, നമ്മൾ വോട്ട് മേടിക്കുകയാണ്. അത് ആ കളിയിൽ വിജയിക്കില്ല പ്രതിപക്ഷം. ഇന്ത്യൻ പ്രതിപക്ഷം അവർക്ക് കഷ്ടപ്പെടേണ്ടി തന്നെ വേണ്ടി വരും. ത്യാഗോജ്വലമായ ഒരു സമരത്തിലൂടെ മാത്രമേ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമാണ്.
അല്ല, അവിടെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും. എത്രയും വേഗം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതല്ല സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കിയാൽ രാജ്യത്തിന് എനിക്ക് നല്ലത്. കാരണം ഇത് തന്നെ ഈ നന്ദി, ബി ജെ നമസ്കാരം. പി. നമുക്ക് താങ്ക് യു.